ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. പെയിൻ്റ് ഒന്നും ഇല്ലാതെ, ലോക്ക്ഡൗണൊക്കെ അല്ലേ, അപ്പം കുറേ പേര് പെയിൻ്റ് ഇല്ലാത്ത ബോട്ടിൽ ആർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രൗൺ കവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സ് മേടിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു കവറിലിട്ടിട്ടല്ലേ കിട്ടുക, അങ്ങനത്തെ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പീസസിന് അങ്ങനെ അളവൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലും ഈ പേപ്പർ പീസസും കൊണ്ടാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പേപ്പർ പീസിനെ നമുക്ക് ഒന്ന് ലുക്കാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ കത്തിക്കുക. എന്നിട്ട് ഈ പേപ്പറിൻ്റെ സൈഡുകളൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ചെയ്യുമ്പം നല്ല പോലെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ക്യാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഗർബത്തിയോ അല്ലെങ്കിൽ ധൂപമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുമ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ക്യാൻഡിൽ ചെയ്യുമ്പം കുറച്ച് റിസ്ക് ആണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇങ്ങനെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഫെവിക്കോൾ എടുത്തിട്ട് ഈ ഒരു ബോട്ടിലിൽ ഈ പീസസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതും വളരെ റാൻഡമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു പേപ്പറും ഈ ഒരു കുപ്പിയും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ബോട്ടിൽ പോലും പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. അതായത് ബോട്ടിൽ പോലും ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽ വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇത് ബോട്ടിൽ തന്നെ ചെയ്യണമെന്നുമില്ല, ഇത് വേറെ എവിടെ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു ലെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പുകളിലും കൂടെ പേപ്പർ പീസസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് കഴിയുമ്പം ഇതിൻ്റെ സൈഡൊക്കെ, അതായത് പേപ്പറിൻ്റെ എഡ്ജസൊക്കെ ഇങ്ങനെ ഇളകി വരാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ആ പേപ്പർ പീസ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതിനെ ഒന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം വിരൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പേപ്പർ പീസസൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടി നിൽക്കും നല്ല പോലെ.
ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഉണങ്ങി ഡ്രൈ ആയിട്ട് ഉള്ള ബോട്ടിലിൻ്റെ ലുക്കാണിത്. നമ്മൾ വാർണിഷ് പോലും അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ഗ്ലേസിങ് ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ലുക്കാണ്. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബോട്ടിലാണ്. ഇനി നമ്മൾ ഫൈനലായിട്ട് ആ ഒരു ക്യാപ്പിൻ്റെ പോർഷനിൽ, ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ പോർഷനിൽ ഒന്ന് ഇതുപോലെ ഒരു റോപ്പ് ചുറ്റി കൊടുക്കുക. അപ്പോൾ ജൂട്ടിൻ്റെ റോപ്പ് തന്നെ ആകുമ്പോൾ ആ ഒരു കളറ് മാച്ചാവും. അപ്പം നല്ല ഭംഗിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പെയിൻ്റ് ഇല്ല എന്നൊന്നും പറയണ്ട, ജസ്റ്റ് ഗ്ലൂവും ഈ ഒരു പേപ്പറും മാത്രമേ വേണ്ടൂ. ഞാൻ നോക്കിയേ, നമ്മുടെ ബോട്ടിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ഒന്ന് കുറച്ചും കൂടെ ലുക്കാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും റൈറ്റിങ്സൊക്കെ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ തന്നെ കാണാനാണ് എനിക്ക് ഇഷ്ടമായത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.